നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റത് CPIM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക്. നെടുങ്കണ്ടത്ത് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയ അച്ഛനും മകനും സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനം തിരഞ്ഞ പോലീസും നാട്ടുകാരും. സംസ്ഥാനത്തെ ആദ്യത്തെ ജലവൈദ്യുതി ഉൽപാദന കേന്ദ്രമായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ വിപുലീകരണം യാഥാർത്ഥ്യമാകുന്നു. മെയ് മാസം മുതൽ തുടർച്ചയായി പെയ്ത മഴ ഹൈറേഞ്ചിലെ കൊക്കോ കൃഷിയെ സാരമായി ബാധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റ CPIM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട 10ഓളം പേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അക്രമി സംഘം മുൻപും മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞായറാഴ്ച വൈകിട്ട് 6:30ഓടെയാണ് സംഭവം. കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിൽപ്പെട്ട ഒരുപറ്റം യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ നാട്ടുകാരെയും ഇവിടെ താമസിക്കുന്നവരുടെ വീടുകളിലും കയറി അക്രമം അഴിച്ചുവിടുകയായിരുന്നു. സംഭവത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഇവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അക്രമം നടത്തിയ സംഘത്തിലുൾപ്പെട്ട 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. കൊച്ചുതോവാള സ്വദേശി പള്ളിവാതുക്കൽ ടോമി, ഭാര്യ മേരിക്കുട്ടി, ഊവൻമലയിൽ സജി, കുമ്പക്കാട്ട് ഷിബു, CPM കൊച്ചുതോവാള ബ്രാഞ്ച് സെക്രട്ടറി ജിലിമോൻ KG, കൊല്ലംപറമ്പിൽ ദീപു, ഇദ്ദേഹത്തിന്റെ മാതാവ് ഓമന, പിതാവ് പരമേശ്വരൻ എന്നിവർക്കാണ് കാര്യമായ രീതിയിൽ പരിക്കേറ്റത്. കമ്പിവടി, കോടാലി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റ സ്ത്രീകളടക്കം പറയുന്നു. അക്രമത്തിൽ പരിക്കേറ്റവർ വീട്ടിലുണ്ടായിരുന്നവരും കൊച്ചുതോവാളയിൽ ഓരോ ആവശ്യങ്ങൾക്കായി എത്തിയവരും ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കമുള്ളവരാണ്. യാതൊരു പ്രകോപനവും കൂടാതെയാണ് ആക്രമിച്ചതും. CPMന്റെ കൊച്ചുതോവാള ബ്രാഞ്ച് സെക്രട്ടറി ജിലിമോന് കണ്ണിനാണ് ഗുരുതര പരിക്കേറ്റത്. സംഘത്തിൽ ഏകദേശം 16ഓളം പേര് ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. എന്റെ തലക്കിട്ടൊക്കെ ചെടി വെച്ച് അടിച്ചു. പിന്നെ ഇത് മൊത്തം ഞാൻ മുൻപറ്റോ കണ്ടുപറ്റോ ഒന്നുമില്ല. ഞാൻ പറമ്പിൽ പണിയും കഴിഞ്ഞ് വന്ന് വണ്ടി ഓട്ടോ കൊണ്ടൊന്ന് വീട്ടിൽ ഇട്ടിട്ട് നടന്ന സംഘത്തിന് പോയത്. അന്നേരം ഞങ്ങൾ രണ്ടുപേരോട് വർത്താനം പറയുന്നു. ആദ്യമേ അടിക്കുന്ന എനിക്കിട്ട് എന്നെ പിടിച്ചു മാറ്റാനായിട്ട് വന്ന് ഇയാൾക്ക് അടിച്ചു. ലഹരിക്ക് അടിമകളായ ആളുകളാണ് ആക്രമിക്കുവാൻ എത്തിയിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവർ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ മേഖലയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ 10 പേരെയാണ് കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. പുത്തൻപുരയ്ക്കൽ വിഷ്ണു വിജയൻ, കളിക്കൽ ശ്രീനാഥ്, വണ്ടളക്കുന്നിൽ അഭിജിത്ത്, ഇളംതുരുത്തിൽ ഷെബിൻ മാത്യു, പാലയ്ക്കൽ സോബിൻ ജോസഫ്, മുട്ടെടുത്ത് മഠത്തിൽ ബിബിൻ മാത്യു, മുട്ടെടുത്ത മഠത്തിൽ എബിൻ മാത്യു, പുൽപ്പാറയിൽ സഞ്ജയ്, ഓണാട്ട് രാഹുൽ, വഴവനക്കുന്നിൽ ശരത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. നെടുങ്കണ്ടത്ത് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയ അച്ഛനും മകനും സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനം തിരഞ്ഞ പോലീസും നാട്ടുകാരും. ഇടിയുടെ ആഘാതത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ കാലുകൾ ഒടിഞ്ഞു. പിതാവിനും പരിക്കേറ്റു. ഇന്നലെ വൈകുന്നേരം 6:30യോടുകൂടിയാണ് സംഭവം നടന്നത്. എടത്തുവാമ്പെട്ട് മംഗലത്ത് ഗിരീഷിന്റെ സ്കൂട്ടറാണ് എതിരെ വന്ന ജീപ്പ് ഇടിച്ച് തെറിപ്പിച്ചത്. മകനായ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിക്ക് പനിയായതിനാൽ ആശുപത്രിയിൽ പോയി മരുന്നു വാങ്ങിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. നിർമ്മലാപുരത്തിന് സമീപം എത്തിയപ്പോൾ അമിത വേഗതയിൽ റോങ് സൈഡിലെത്തിയ ജീപ്പ് സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഗിരീഷും ശ്രീഹരിയും അടുത്തുള്ള കൊക്കയിലേക്ക് വീണു. അലറി വിളിച്ചെങ്കിലും ജീപ്പിലുണ്ടായിരുന്നവർ വാഹനം നിർത്താതെ പാഞ്ഞുപോയി. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എനിക്ക് മരുന്ന് മേടിക്കാൻ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. പോകുന്നത് നിർമ്മലാപുരത്തിന് മേളിൽ ബസ് വരുന്നപ്പോൾ തന്നെ അമിത സ്പീഡിൽ വന്നൊരു ജീപ്പ് ഞങ്ങളുടെ സ്കൂട്ടറിൽ റോങ് സൈഡ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഉണ്ടായത്. ഹെൽമെറ്റ് ഉള്ള കാരണമാണ് ജീവൻ പോലും രക്ഷപ്പെട്ടത്. എൻ്റെ കുഞ്ഞിൻ്റെ കാല് വട്ട പൊടിഞ്ഞ് മൂക്കിൻ്റെ ഭാഗവും പല്ലും ഇളകി
പിന്നെ ശ്രീഹരിയുടെ വലതുകാൽ വട്ടം ഒടിഞ്ഞു, പല്ലുകളും ഇളകി, മൂക്കിന്റെ പാലത്തിനും പരിക്കുകളുണ്ട്. 3 മാസം ബെഡ് റെസ്റ്റാണ് ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് ആദ്യപാദ പരീക്ഷകൾ മുടങ്ങുന്ന വിഷമത്തിലാണ് ശ്രീഹരി. പോകാൻ പറ്റത്തില്ല, ഇത് 3 മാസം ഇരിക്കണമെന്നാണ് പറഞ്ഞേ. 3 മാസം ഇത് കെട്ടിവെക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ ദീപ കുരുത്തോളു സ്കൂളിൽ പഠിക്കുക. കമ്പംമെട്ട് പോലീസ് മേഖലയിലെ CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇടിച്ചു തെറിപ്പിച്ച ജീപ്പിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടെങ്കിലും നമ്പർ വ്യക്തമല്ല. ഇതേ പാതയിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പ്രതികളെ ഉടൻ തന്നെ പിടികൂടുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ലൈസൻസും ഹെൽമറ്റും ഇല്ലാതെ ട്രിപ്പിൾസ് അടിച്ച് ബൈക്കിൽ ചീറിപ്പാഞ്ഞു. ചെന്നുകയറിയത് വാഹന ടെസ്റ്റിംഗ് നടത്തുകയായിരുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക്. വാഹനം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ വാഹന ഉടമ മറ്റൊരാൾ. എന്താണെങ്കിലും വാഹനം ഇപ്പോൾ ഉടുമ്പൻചോല ജോയിന്റ് RT ഓഫീസിന്റെ വളപ്പിൽ വിശ്രമത്തിലാണ്. നെടുങ്കണ്ടത്താണ് സംഭവം. ഓഫ് റോഡ് ജീപ്പ് സവാരിയുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹന ടെസ്റ്റിംഗ് നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് കരുണാപുരം സ്വദേശികളായ 3 യുവാക്കൾ ഹെൽമറ്റ് പോലുമില്ലാതെ ബൈക്കിൽ ചീറിപ്പാഞ്ഞെത്തിയത്. വന്നു കയറിയതാകട്ടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക്. വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ഓടിച്ചയാൾക്ക് ലൈസൻസ് ഇല്ല, യുവാക്കൾക്ക് ഹെൽമറ്റുമില്ല. ആകെയൊരു വശപ്പിശക്. വാഹനത്തിന്റെ നമ്പർ നോക്കി RC ഓണറെ തിരഞ്ഞപ്പോൾ അത് മറ്റൊരാൾ. ഇയാളെ ഫോണിൽ വിളിച്ചപ്പോൾ 1 മാസം മുമ്പ് വാഹനം വിൽപ്പന നടത്തിയതാണെന്നും പേര് മാറിയിട്ടില്ലെന്നും മറുപടി. എന്താണെങ്കിലും RC ഓണർ ഉൾപ്പെടെയുള്ളവർ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലെത്തിയിട്ട് ബാക്കി നടപടികളെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഉദ്യോഗസ്ഥർ. കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടായിരുന്നില്ല. മാത്രമല്ല വാഹനം ഈ ഓടിച്ച ഡ്രൈവറിന്റെ പേരിലും അല്ല, വാഹനം മറ്റൊരു വ്യക്തിയുടെ പേരിലാണ്. മറ്റേ വ്യക്തി വാഹനം വിറ്റിട്ട് ഇത്രയും കാലമായിട്ടും വാഹനത്തിന്റെ ഉടമസ്ഥ അവകാശം മാറ്റാതെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിലിപ്പം മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം എന്ത് ഒഫൻസും ഈ വണ്ടിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണോ ഈ സമയത്തുള്ള ഓണർ വാഹനത്തിന്റെ, അദ്ദേഹമാണ് ഇതിന് റെസ്പോൺസിബിൾ. അങ്ങനെ വാഹന ഓണറിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ബൈക്ക് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വളപ്പിലാണ്. ഉടമയ്ക്കുൾപ്പെടെ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ബൈക്കിൽ പാഞ്ഞെത്തിയ യുവാക്കൾ ഒടുവിൽ ബസ്സിൽ കയറി വീട്ടിൽ പോയി. ഇനിമേലാൽ ഇത്തരത്തിൽ നിയമലംഘനങ്ങളൊന്നും നടത്തില്ലെന്നാണ് യുവാക്കൾ ആണയിട്ട് പറയുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സംസ്ഥാനത്തെ ആദ്യത്തെ ജലവൈദ്യുത ഉൽപാദന കേന്ദ്രമായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ വിപുലീകരണം യാഥാർത്ഥ്യമാകുന്നു. 60 മെഗാവാട്ടായി ഉൽപാദനം വർദ്ധിപ്പിച്ച പള്ളിവാസൽ ജലവൈദ്യുത വിപുലീകരണ പദ്ധതി ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ്. ആദ്യഘട്ടത്തിലെ 37.5 മെഗാവാട്ട് ഉൽപാദനമാണ് 60 മെഗാവാട്ടായി ഉയർത്തിയിരിക്കുന്നത്. വൈദ്യുതി നിലയത്തിലെ 1ാം നമ്പർ ജനറേറ്റർ കഴിഞ്ഞ വർഷം ഡിസംബർ 5-നും 2ാം നമ്പർ ജനറേറ്റർ ഡിസംബർ 24-നും ഗ്രിഡുമായി ബന്ധിപ്പിച്ച് വാണിജ്യോൽപാദനം ആരംഭിച്ചു. 159.898 മില്യൺ യൂണിറ്റാണ് ഇതുവരെയുള്ള ഉൽപാദനം. സ്ഥാപിത ശേഷിയിൽ സംസ്ഥാനത്ത് 7ാം സ്ഥാനത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉള്ളത്. വെള്ളത്തിന്റെ അധിക ലഭ്യതയും ജലവൈദ്യുത ഉൽപാദന സംവിധാനത്തിന്റെ കാലപ്പഴക്കവും കണക്കിലെടുത്താണ് പഴയ പവർ ഹൌസിനോട് ചേർന്ന് പള്ളിവാസൽ വിപുലീകരണ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അധികമായി 153.90 മില്യൺ യൂണിറ്റാണ് പദ്ധതി പ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നത്. 1940-ലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത്. ലക്ഷ്മിയാർ, നല്ലതണ്ണിയാർ, മാട്ടുപ്പെട്ടിയാർ എന്നിവയുടെ സംഗമസ്ഥലമായ പഴയ മൂന്നാറിലെ ഹെഡ്വർക്സ് ഡാമിൽ നിന്നുമാണ് പദ്ധതിക്കാവശ്യമായ ജലം ലഭ്യമാകുന്നത്. കുണ്ടള, മാട്ടുപ്പെട്ടി എന്നീ ഡാമുകളിൽ ജലം സംഭരിച്ച് ഹെഡ്വർക്സിൽ നിന്ന് ടണൽ വഴി തിരിച്ചുവിട്ട് പെൻസ്റ്റോക്ക് വഴി പള്ളിവാസലിൽ സ്ഥാപിച്ചിട്ടുള്ള പവർ ഹൌസിൽ എത്തിച്ചാണ് ഉൽപാദനം നടത്തുന്നത്. പിന്നീട് നടത്തിയ പഠനങ്ങളിൽ കൂടുതലായുള്ള വെള്ളത്തിന്റെ ലഭ്യതയും പഴയ സിസ്റ്റത്തിന്റെ കാലപ്പഴക്കവും കണക്കുകൂട്ടി പഴയ പവർ ഹൌസിനോട് ചേർന്ന് തന്നെ കൂടുതലായി 60 മെഗാവാട്ടിന്റെ പുതിയ പദ്ധതിയായി പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീം വിഭാവനം ചെയ്തു. 2024 ഡിസംബർ 15-ന് ആരംഭിച്ച പദ്ധതി പകുതിയിൽ മുടങ്ങുകയും പിന്നീട് 2018-ൽ പദ്ധതി പുനരാരംഭിക്കുകയും ചെയ്തു. പദ്ധതിക്കായി 5 ഹെക്ടറിലധികം സ്ഥലത്ത് 434.66 കോടി രൂപ മുതൽ മുടക്കിയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. സിറ്റി വിഷൻ, ആനച്ചാൽ.
മെയ് മാസം മുതൽ തുടർച്ചയായി പെയ്ത മഴ ഹൈറേഞ്ചിലെ കൊക്കോ കൃഷിയെ സാരമായി ബാധിച്ചു. തുടർച്ചയായി മഴ പെയ്തതോടെ വേണ്ടവിധം കർഷകർക്ക് കൊക്കോ മരങ്ങളിൽ മരുന്ന് തളിക്കാൻ കഴിയാതെ പോയത് പ്രതിസന്ധിയായി. മഴയിൽ കായ്കൾ ചീഞ്ഞു നശിച്ചതോടെ വിളവിൽ വലിയ ഇടിവ് സംഭവിച്ചതായി കർഷകർ പറയുന്നു. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും തുടർച്ചയായി പെയ്ത മഴ ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർക്ക് തിരിച്ചടി സമ്മാനിച്ചിരിക്കുകയാണ്. മെയ് മാസം മുതൽ പെയ്ത മഴ കാരണം വലിയ തോതിൽ കായകൾ നശിച്ചു. ഇതോടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ലഭിക്കേണ്ട വിളവ് ഇടിഞ്ഞു. പല തോട്ടങ്ങളിലും കൊക്കോ കായ്കൾ ചീഞ്ഞുണങ്ങിയ നിലയിലാണ്. അടയ്ക്ക കൃഷിക്ക് തളിക്കുന്ന ബോഡോ മിശ്രിതം തളിച്ചാൽ കൊക്കോ കൃഷിക്ക് ബാധിക്കുന്ന രോഗം തടയാനാകും. എന്നാൽ ഇത്തവണ തുടർച്ചയായി പെയ്ത മഴ കാരണം പല കർഷകർക്കും മരുന്ന് തളിക്കുവാൻ സാധിച്ചിട്ടില്ല. മഴയുടെ തീവ്രത കാരണം പുതുതായി പൂവ് വിരിയുന്നുമില്ല. ഇത് വരും മാസങ്ങളിൽ ലഭിക്കേണ്ട വിളവിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. പോയ വർഷങ്ങളിൽ കുതിച്ചു കയറിയ കൊക്കോ വില പിന്നീട് കൂപ്പുകുത്തിയിരുന്നു. കുരുമുളക്, ജാതി, കമുക്, തെങ്ങ് തുടങ്ങിയവയ്ക്കൊപ്പം ഹൈറേഞ്ചിൽ ഇടവേളയായി സ്ഥാനം പിടിച്ച കൃഷിയാണ് കൊക്കോ. ഇത്തവണത്തെ മഴ 2 മാസത്തെ വിളവ് നഷ്ടമാക്കിയെന്ന് കർഷകർ പറയുന്നു. പല തോട്ടങ്ങളിലും 50% വിളവ് കുറഞ്ഞിട്ടുമുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. രാജാക്കാട് പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ശ്രീനാരായണപുരത്തെ റിപ്പിൾ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. മഴ തകർത്തു പെയ്യുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യം ആസ്വദിക്കാനായി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായി 500-ലധികം പേരാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിലായി 30,000-ലധികം സഞ്ചാരികളാണ് വെള്ളച്ചാട്ടം ആസ്വദിക്കാനെത്തിയത്. ടിക്കറ്റ് ഇനത്തിൽ ഈ സീസണിൽ ഇതിനോടകം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് 8 ലക്ഷം രൂപ ലഭിച്ചു. വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുവാനെത്തുന്ന സഞ്ചാരികൾക്കായി DTPC കരിങ്കല്ല് കൊണ്ട് തീർത്ത ആകർഷകമായ പവലിയനും ശുചിമുറി സൗകര്യവും വിശ്രമ കേന്ദ്രവും സംരക്ഷണ വലയങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റിപ്പിൾ വെള്ളച്ചാട്ടത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി 1,49,59,910 രൂപയാണ് ഇതുവരെ DTPC വിനിയോഗിച്ചിരിക്കുന്നത്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളെ ആകർഷിക്കുവാനായി നടപ്പിലാക്കിയ ഇൻസ്റ്റലേഷൻ ഓഫ് ഫോട്ടോ ഫ്രെയിം അറ്റ് 7 ലൊക്കേഷൻസ് പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണപുരത്തെ റിപ്പിൾ വെള്ളച്ചാട്ടത്തിനും ഫ്രെയിംസ് ലഭിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് സുഗമമായി വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിന് സൗകര്യമൊരുക്കുവാൻ 11 ജീവനക്കാർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവർത്തന സമയം. 5 മുതൽ 12 വരെ പ്രായമുള്ള കുട്ടികൾക്ക് 15 രൂപയും മുതിർന്നവർക്ക് 25 രൂപയുമാണ് പ്രവേശന ഫീസ്. പന്നിയാറുകുട്ടിയിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം. അടിമാലി കല്ലാറുകുട്ടി വഴിയും ഇങ്ങോട്ടേക്കെത്താം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കുഞ്ചിത്തണ്ണി വഴി രാജാക്കാട്ടേക്കുള്ള വഴിയിലാണ് ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം. തേക്കൻകാനത്ത് നിന്ന് 1.5 കിലോമീറ്റർ അകലെ മുതിരപ്പുഴയാറിൽ പരസ്പരം അടുക്കി വെച്ചിരിക്കുന്ന 5 വെള്ളച്ചാട്ടങ്ങളും ഇവിടേക്ക് യാത്ര ചെയ്ത് എത്തുന്നവർക്ക് കാഴ്ചവിരുന്ന് ഒരുക്കുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോൺ. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ വിത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കരാറുകാരൻ. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുറിച്ചുമാറ്റി വഴിയരികൾ കൂട്ടിയിട്ടിരിക്കുന്ന മരക്കഷ്ണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത കരാറുകാരൻ മടങ്ങി. മരക്കഷ്ണങ്ങൾ നീക്കം ചെയ്ത ശേഷം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കിഫ്ബി സഹായത്തോടെ 78 കോടി രൂപ ചിലവിൽ നിർമ്മാണം നടക്കുന്ന സംസ്ഥാന പാതയിലെ മുണ്ടിയേരിമ ടൗണിലെ ദൃശ്യങ്ങളാണ് ഇത്. ഒന്ന് തള്ളിമാറ്റിയാൽ മാറ്റാവുന്ന മരക്കഷ്ണങ്ങളാണ്. ഇത് മാറ്റാതെ മരക്കഷ്ണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റിംഗ് നടത്തി കരാറുകാർ മുങ്ങി. 1 വർഷം മുമ്പ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുറിച്ചിട്ട തടികളാണിത്. പാതയുടെ വിവിധയിടങ്ങളിൽ ഐറിഷ് റോഡുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് കോൺക്രീറ്റിംഗ് നടത്തുന്നത്. 5 മുതൽ 6 മീറ്റർ വരെ വീതിയിലാണ് മിക്കയിടത്തും കോൺക്രീറ്റിംഗ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ജില്ലയിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് സ്കൂളിന് മുൻപിൽ എത്തിയപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെയായി. അടിയന്തരമായി മരക്കഷ്ണങ്ങൾ നീക്കി പൂർണ്ണമായും നിർമ്മാണ പ്രവൃത്തികൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ തടികൾ ഇവിടെ ഇരുന്ന് എടുത്തു മാറ്റി ഈ സൈഡ് വൃത്തിയായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം തടി കിടക്കുന്നത് മാറ്റാതെ അവരുടെ ഇഷ്ടപ്രകാരം വളരെ മോശമായിട്ട് ഈ ചുറ്റിനും ചെയ്ത് പോയിരിക്കുന്ന അവസ്ഥയാണ്. ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ മോശമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഇവിടെ പരിസരം നല്ല വളരെയധികം പ്രത്യേകം സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഈ ചപ്പ് കണ്ട് ഈ ചപ്പ് കണ്ട് എന്തുകൊണ്ട് ഇതിനടിയിൽ ഈ 1 ഇഞ്ച് പോലും കനവില്ലാതാണ് കോൺക്രീറ്റ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ട് ഇത് ഈ കരിങ്കൽ ഭിത്തി വരെ ചെയ്ത് കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ എല്ലാ സമയവും ബസ് കയറുന്നതിനും മറ്റുമായി നിൽക്കുന്ന പ്രദേശത്താണ് മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. അടിയന്തരമായി മരങ്ങൾ മാറ്റി ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വരുമെന്നാണ് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗം വ്യാജരേഖ ചമച്ചുവെന്നാരോപിച്ചും വ്യാജരേഖ ചമച്ച പഞ്ചായത്ത് അംഗത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് മൂന്നാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ പഞ്ചായത്തിലെ LDF പഞ്ചായത്ത് അംഗത്തിനെതിരെയാണ് വ്യാജരേഖ ചമച്ചതായുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിനായി തന്റെ ഒപ്പും സീലും വ്യാജമായി ഉപയോഗിച്ച സമ്മതപത്രം തയ്യാറാക്കിയതായി കഴിഞ്ഞ ജൂലൈ 5-ന് മൂന്നാർ SC/ST ഓഫീസർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ലക്ഷ്മി എസ്റ്റേറ്റ് സ്വദേശിയായ മൂർത്തിക്ക് വേണ്ടിയാണ് വ്യാജരേഖ ചമച്ചത്. ഇയാൾക്ക് നേരത്തെ ലൈഫ് പദ്ധതി അനുസരിച്ച് വീട് ലഭിച്ചിട്ടുണ്ട്. രേഖകൾ തയ്യാറാക്കി നൽകിയത് പഞ്ചായത്ത് അംഗമാണെന്ന് മൂർത്തി പോലീസിൽ മൊഴി നൽകിയിരുന്നു. സമ്മതപത്രത്തിലെ ഒപ്പിന് ഓഫീസറുടെ ഒപ്പിനോട് സാദൃശ്യമുണ്ടെങ്കിലും ഒപ്പ് തന്റേതല്ലെന്ന് ഓഫീസർ വ്യക്തമാക്കി. സന്തോഷിനെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് നടപടിയുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. ഉപരോധ സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇടവാങ്ങുന്നതിനൊക്കെ വേണ്ടിയും വീട് വാങ്ങുന്നതിനൊക്കെ വേണ്ടിയും ഇതുപോലെ ജനങ്ങൾക്ക് அரசு தரக்கூடிய பணத்தை மோசமான நிலையில செலவிடப்படுவதற்கும் தன்னுடைய சொத்தாக எடுத்து நடத்துவதற்காக வேண்டி இங்கே புரோக் ஆபீசருடைய அண்டர்சீலோ புரோக் ஆபீசருடைய വ്യാജമായി സീൽ നിർമ്മിച്ച് കള്ളയൊപ്പിട്ട് സമ്മതപത്രം തയ്യാറാക്കിയ പഞ്ചായത്ത് അംഗത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സമരത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് C. നെൽസൺ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S. വിജയകുമാർ, DCC സെക്രട്ടറി G. മുനിയാണ്ടി, R. കറുപ്പുസ്വാമി, മാർഷ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം പഞ്ചായത്ത് അംഗം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതായി സൂചനയുമുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ചെമ്മനാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ദിനാചരണം നടത്തി. ഉടുമ്പൻചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു.
സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 15ാം വാർഷികം ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പതാക ഉയർത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ ജോസഫ് പള്ളിവാതുക്കൽ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. കാരണം ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരേ SPC യൂണിറ്റുള്ള സ്കൂളാണ് ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് സ്കൂൾ. അതിലുപരിയായി സാറിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിൽ തന്നെ പഠിക്കുകയും ആ പഠനം പൂർത്തിയാക്കിയ ശേഷം എൻ്റെ മക്കൾ ഇവിടെ തന്നെ പഠനം പൂർത്തിയാക്കി SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കേഡറ്റുകളെ സമ്മേളനത്തിൽ ആദരിച്ചു. ഹെഡ്മാസ്റ്റർ ബിജു VJ, ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ബിജു, PTA പ്രസിഡന്റ് ബിജു ഇടയ്ക്കാർ, SPC PTA പ്രസിഡന്റ് ദീപക് KB എന്നിവർ സംസാരിച്ചു. SPC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ കുരുവിള സിറ്റിയിലുള്ള ഗുഡ് സമരിറ്റൻ ആതുരാലയം സന്ദർശിക്കുകയും കുട്ടികൾ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങൾ ഡയറക്ടർ ഫാദർ ബെന്നി ഉലഹനാന് കൈമാറുകയും ചെയ്തു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സ് ആശ മേരി ജോസഫ്, തോമസ് ആന്റണി, DIമാരായ രഞ്ജിത്ത് PR, സെറീന മുഹമ്മദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജക്കാട്. MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസിൽ 100% വിജയം നേടി ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജ്. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ഉന്നത മാർക്ക് നേടിയാണ് വിജയിച്ചത്. ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിന് മാത്രം അവകാശപ്പെടാവുന്ന മേന്മയാണ് കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വിദ്യ അഭ്യസിക്കുന്നു എന്നുള്ളത്. കോഴ്സുകളിലെ വൈവിധ്യമാണ് ഇതിന്റെ കാരണം. 5 കോഴ്സുകളും 45 കുട്ടികളുമായി 2015 പ്രവർത്തനമാരംഭിച്ച കോളേജിൽ ഇന്ന് 11 കോഴ്സുകളും 950-ലധികം വിദ്യാർത്ഥികളും ഉണ്ട്. ഇത്തവണ നടന്ന ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് കോഴ്സിൽ 22 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. റിസൾട്ട് വന്നിരിക്കുന്ന MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് കോഴ്സിൽ 22 കുട്ടികൾ ആണ് എക്സാം എഴുതിയത്. അതിൽ 22 പേരും വിജയിച്ച് 100% വിജയം കൈവരിച്ചിരിക്കുന്ന സന്തോഷ വാർത്തയാണ് എനിക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഭാവിയിൽ ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച ഒരു കോളേജായിട്ട് നമുക്ക് അറിയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. കലാകായിക മേഖലകളിലും പാഠ്യേതര വിഷയങ്ങളിലും കോളേജിലെ കുട്ടികൾ മികച്ച വിജയമാണ് നേടുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റത് CPIM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക്. നെടുങ്കണ്ടത്ത് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയ അച്ഛനും മകനും സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനം തിരഞ്ഞ പോലീസും നാട്ടുകാരും. സംസ്ഥാനത്തെ ആദ്യത്തെ ജലവൈദ്യുതി ഉൽപാദന കേന്ദ്രമായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ വിപുലീകരണം യാഥാർത്ഥ്യമാകുന്നു. മെയ് മാസം മുതൽ തുടർച്ചയായി പെയ്ത മഴ ഹൈറേഞ്ചിലെ കൊക്കോ കൃഷിയെ സാരമായി ബാധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.